അത് പലപ്പോഴും സ്വാഭാവികമാണല്ലോ. ഇനി ഇതിന് അവസാനത്തെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് സംഘാടക സമിതിയുടെ ട്രഷറർ ഡോക്ടർ VG ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സെക്യുലർ സ്നേഹികളെ, സെക്യുലർ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തെ കാണുന്നത്. കാരണം ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് സെക്യുലർ കാഴ്ചപ്പാടാണ് എന്ന് മുന്നേ പ്രസംഗിച്ചവരെല്ലാം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മതവും ഒരു ജാതിയും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. അവർ ഭൂമിയിൽ പിറന്നു വീഴുന്നത് വെറും മനുഷ്യ കുഞ്ഞായിക്കൊണ്ടാണ്. ഒരുവിധ ബോധവുമില്ലാത്ത, സ്ഥലകാല ബോധമില്ലാത്ത കുഞ്ഞിനാണ് മതവും ജാതിയും ആചാരവും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അടിച്ചേൽപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ അറിയാം, എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനാണ് ഞാൻ അത് ചെയ്യുന്നത്, എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനാണ് ഇത് ചെയ്യുന്നത്, എല്ലാം മക്കളുടെ ഇഷ്ടമാണ്. പക്ഷെ ജാതിയുടെയും മതത്തിൻ്റെയും മതമില്ലായ്മയുടെ കാര്യത്തിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് യാതൊരു അവകാശവും കൊടുക്കുന്നില്ല. അത് വളരെ അപകടകരമായുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് വളർന്നു വരുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താണ്, ഇവരെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭ്രാന്തന്മാരാക്കി വർഗീയവാദികളാക്കി മാറ്റിക്കൊണ്ട് കത്തിയും വടിവാളും ബോംബും എടുത്തുകൊണ്ട് അയൽക്കാരെയും അന്യനെയും ഒക്കെ കൊല്ലാനും മരിക്കാനും തയ്യാറാക്കി പടച്ചു വിടുന്നൊരവസ്ഥയിലേക്ക് രാജ്യം വളർന്നു വന്നിരിക്കുകയാണ്. അത്തൊരു സന്ദർഭത്തിലാണ് ഇത്തരം സെക്യുലർ കുടുംബ സംഗമങ്ങളുടെ ആവശ്യകത. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ജാതിക്കും മതത്തിനൊക്കെ സംഘടനകളുണ്ട്, സമുദായ സംഘടനകളുണ്ട്, അവരൊക്കെ ശക്തരമാണ്. പക്ഷെ എന്തുകൊണ്ട് സെക്യുലർ കൂട്ടായ്മകൾ ശക്തിപ്പെട്ടു വരുന്നില്ല? ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരൊക്കെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ സെക്യുലർ ജീവിതത്തിലേക്ക് കടന്നു. ഇഷ്ടപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് വിവാഹം കഴിച്ച് അത് എളുപ്പത്തിലായിരുന്നു. എതിർപ്പുകളും ചെറുത്തുനിൽപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതിനെ അതിജീവിച്ചു കൊണ്ടാണ്. ചിലരുടെ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും അവരോട് ഒത്തുപോകാൻ തയ്യാറില്ല. മറുഭാഗത്ത് എന്താണ്, പല കുടുംബങ്ങളും ആ ജാതി മത ചിന്താഗതികൾക്ക് അതീതമായിക്കൊണ്ട് സെക്യുലർ വിവാഹങ്ങളിലേക്ക് തന്നെ കടന്നതായിട്ടും അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശം ഇപ്പോൾ നിലനിന്ന് വരുന്ന മാത്രമല്ല, പുതിയ തലമുറയിൽ ധാരാളം പേർ ഇങ്ങനെ സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക. അവർക്കുള്ള സപ്പോർട്ടാണ്. അവർക്ക് ഞങ്ങളും നിങ്ങളുടെ കൂടിയുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് സെക്യുലർ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കുടുംബ സമ്മേളനം എന്നുള്ളത്. അത് വരും തലമുറയ്ക്ക് ഈ വർഗീയതയുടെ വിഷവേരുകൾ അറുത്ത് കളയാനുള്ള പ്രതിരോധത്തിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ കുടുംബ സംഗമത്തെ നാം കാണുന്നത്. ആ ഒത്തുചേരലിലൂടെ ചേർന്ന എല്ലാവർക്കും സെക്യുലർ ഫോറത്തിൻ്റെ പേരുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. വൈദ്യവേളയിൽ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. അധ്യക്ഷത വഹിച്ച ഇക്ബാൽ, കുര്യപ്പുഴ ശ്രീകുമാർ, KEN, ഇളമ്പൂർ ആയിഷ, വീട്ടിവാസ്തവ മാഷ്, സോബിൻ മഴവീട്, ഡേവിസ്, ചന്ദ്രബാബു, എല്ലാവരും, പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഇതിൽ പങ്കെടുത്ത ആദരിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്, ശ്രോതാക്കളായിട്ട് എത്തിപ്പെടുന്നവരുണ്ട്. നിങ്ങളാണ് ഈ ശക്തി. ഇത് നേരത്തെ സൂചിപ്പിച്ചത് ഈ സംഗമത്തിൽ ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ല. ജില്ലകൾ തോറും ഗ്രാമങ്ങൾ തോറും ഇത്തരം സംഗമങ്ങൾ ഉണ്ടാകുകയും നമുക്കൊരു സംഘശക്തിയായിട്ട് മാറാൻ കഴിയുമോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കേരളം അത്തരമൊരു മാതൃക കൂടി സൃഷ്ടിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒറ്റവാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. ഉദ്ഘാടന സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. ഐഷത്തെ ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ഈ വേദിയിൽ വിടുകയാണ്. പതിറ്റാണ്ടുകളോളം ഏറനാടിൻ്റെ മണ്ണിൽ മതയാഥാസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഇതിഹാസം തീർത്ത നിലമ്പൂർ ഐഷ എന്ന് പറയുന്ന, എന്നും സാക്ഷര കേരളത്തിന്, കേരള സ്ത്രീത്വത്തിന് നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നിലമ്പൂർ ഐഷത്ത് ഇവിടെയുണ്ട്. ഈ വേദിയിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ
ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, സഖാവ് രാജാജി മാത്യു തോമസ് തുടങ്ങിയ ആളുകളെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പതിറ്റാണ്ടുകളോളം സാംസ്കാരിക ജീവിതം തുടങ്ങിയ ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന് സ്വാഗതം പറയാൻ വേണ്ടി ടി സത്യനാരായണനെ ക്ഷണിക്കുന്നു.